ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി സുപ്രീം കോടതിയിൽ ഒരുപാട് അഫിഡവിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടക്കുകയാണ്. പ്രതികൂലിക്കുന്നവരുടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെടുത്തി പ്രതികൂലിക്കുന്നവരുടെ വാദം കഴിഞ്ഞു. ഇനി അനുകൂലിക്കുന്നവരുടെ വാദമാണ് അടുത്ത ആഴ്ച ഉള്ളത്, ഈ ആഴ്ച നടക്കുന്നത്. അതോടെ കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വിധി വരും. ഈ ഒരു മെയ് ആദ്യമൊക്കെ വിധി വരുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇപ്പോഴും പോകുന്നൊരു പോക്ക് കണ്ടിട്ട് ആ വിധി വിശ്വാസികൾക്ക് അനുകൂലമായി വരാനാണ് സാധ്യത. അത് പറയാനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനിടയിൽ കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തതിൽ ഒരു സെന്റൻസ് വളരെ പെർഡിനന്റ് ആണ്, കാർഡിനൽ പോയിന്റ് ആണ്. ഇന്ത്യയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, കേരളത്തിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോയിന്റാണ്. ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണം. അവിടെ അവിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും യുക്തിവാദികൾക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, ഇങ്ങനത്തെ പിന്നെ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്, ഇങ്ങനെ പല ദേവസ്വം ബോർഡുകളിലാണ് ഇവിടെ എന്തുള്ളത്, നമ്മുടെ ക്ഷേത്രങ്ങളുള്ളത്. ഈ ക്ഷേത്രങ്ങളെ ആ ദേവസ്വം ബോർഡുകളൊക്കെ പിരിച്ചുവിട്ട് വിശ്വാസികളുടെ ട്രസ്റ്റുകളിൽ ഏൽപ്പിക്കണം എന്നൊരു ചർച്ച വന്നിട്ടുണ്ട്. തിരുപ്പതി നടത്തുന്നത് തിരുപ്പതിയുടെ ട്രസ്റ്റാണ്. തിരുവനന്തപുരം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയും ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളാണ്. ചക്കുളത്തുകാവിൽ അമ്മയുടെ ക്ഷേത്രം നടത്തുന്നത് ട്രസ്റ്റാണ്. തിരുവനന്തപുരം കരിക്കകം ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്, അത് നടത്തുന്നത് ട്രസ്റ്റാണ്. കേരളത്തിൽ നിരവധി, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്, അതൊരു ട്രസ്റ്റാണ്. ധാരാളം ട്രസ്റ്റുകൾ കേരളത്തിൽ ഭരണം നടത്തുന്നുണ്ട്, വിശ്വാസി ട്രസ്റ്റുകൾ. ശരിക്കും വിശ്വാസികൾ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഭരണം നടത്തേണ്ടത്. കാര്യം ക്ഷേത്രം ഒരു വിശ്വാസത്തിന്റെ മേഖലയാണ്. മാത്രമല്ല ദേവസ്വം ബോർഡിൽ ബന്ധിപ്പിക്കാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. കുടുംബക്ഷേത്രങ്ങളുണ്ട്, ഓരോ പ്രദേശത്തിന് ക്ഷേത്രങ്ങളുണ്ട്. അവരെല്ലാം ഭംഗിയായി ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളെ ക്ഷേത്രം ഏൽപ്പിക്കണം, ഭരണം ഏൽപ്പിക്കണം എന്നുള്ളത് വലിയ ഒരു ആശയമാണ്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷേ തീർച്ചയായും പ്രാവർത്തികമാക്കേണ്ടതാണ്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ശബരിമല ട്രസ്റ്റിൽ പന്തളം കൊട്ടാരക്കാരുടെ ആവശ്യമുണ്ട്. കാരണം അവർക്ക് അതിനകത്തൊരു സേ ഉണ്ട്. മലയരയന്മാർക്കൊരു സേ ഉണ്ട്. അതുകൊണ്ട് മലയരയന്മാരെയും ശൈവ വെള്ളാളർ വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ ഒരുപാട് പൂജകളും ആചാരങ്ങളും നടത്തുന്നവരാണ്. പ്രത്യേകിച്ച് റാന്നി പെരുന്നാട് പ്രദേശത്തുള്ള 1-2 കുടുംബങ്ങൾ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശൈവ വെള്ളാള വിഭാഗത്തിൽപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ മലയരയ സമുദായത്തിൽപ്പെട്ടവർ, പന്തളം കൊട്ടാരത്തിൽപ്പെട്ടവർ, ഇവർക്ക് എല്ലാവർക്കും അവിടെ സേ ഉള്ളത് കൊണ്ട് തന്നെ അവരെ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ട്രസ്റ്റ് ആയിരിക്കണം. അതിൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ വന്നോട്ടെ, തീർച്ചയായിട്ടും വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭൂരിപക്ഷം സർക്കാരിനാവാൻ പറ്റില്ല. അത് വിശ്വാസികൾക്കുള്ള ട്രസ്റ്റാക്കി മാറ്റി ശബരിമലയുടെ കാര്യവും മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും വിശ്വാസികളെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതാണ്. എന്തായാലും ഇനി ഭാരതത്തിൽ അങ്ങനെ ഒരു നിയമം വരുമോ എന്ന് തന്നെ നമുക്കറിയില്ല. പ്രത്യേകിച്ച് BJP പല കാര്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞിട്ട് കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുത്തു. അവിടെ ഇപ്പം അതിൻ്റെ വലിയ ഗുണം നടന്നു. പിന്നെ റെഡ് കോറിഡോറുകൾ, അതിന്ന് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഇന്ത്യയിൽ റെഡ് കോറിഡോറുകൾ, മാവോയിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം വളരെയധികം വലിയ തോതിൽ പുനരധിവാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കുകയല്ല ചെയ്യുന്നത്, അവിടെ പുനരധിവാസം നടക്കുകയാണ്. അവരെല്ലാം കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങി ജീവിതത്തിലേക്ക് വരികയാണ്, സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. അവരുടെ തീവ്രവാദമൊക്കെ മതിയാക്കി. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. യൂണിഫോം സിവിൽ കോഡ് വരുമെന്നുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു. മുത്തലാഖ് നിയമം വന്നു കഴിഞ്ഞു. വഖഫ് ബോർഡിന്റെ നിയമം കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായി വരുന്ന കൂട്ടത്തിൽ ക്ഷേത്രങ്ങൾ സർക്കാരുകളിൽ നിന്ന് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുന്ന ബില്ല് രാജ്യത്ത് വന്നാലും അത്ഭുതമില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കർക്കശമായ ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്ര ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണം. ഉത്സവ കമ്മിറ്റികളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ഈ ദേവസ്വം ബോർഡ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉത്സവ കമ്മിറ്റി ഉണ്ട്. ഉത്സവ കമ്മിറ്റി ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ ആ ഉത്സവ കമ്മിറ്റി ഏൽപ്പിക്കാം, അത് വേറെ കാര്യമില്ല. അപ്പോൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചുകൂട്ടി, ഉത്സവ കമ്മിറ്റിക്കാരെയും കൂടെ വിളിച്ചുകൂട്ടി അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ക്ഷേത്രഭരണം അവരെ ഏൽപ്പിക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം ക്ഷേത്രത്തിൻ്റെ സ്വത്തെല്ലാം അവർ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തെയും ഓരോ പ്രദേശത്തെയും
ക്ഷേത്രങ്ങൾ ധാരാളം, ആറ്റുകാൽ ക്ഷേത്രം മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ക്ഷേത്രങ്ങൾ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം 100% വിശ്വാസികളെ ഏൽപ്പിക്കണം. അങ്ങനെ വിശ്വാസികളെ ഏൽപ്പിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും അങ്ങനെ മുക്തിവാദികളും ഉള്ള അങ്ങനെയുള്ള ആളുകൾ ഈ കമ്മിറ്റിയിൽ കയറി പറ്റാതിരിക്കാനും നോക്കണം. അല്ലെങ്കിൽ പിന്നെ അത് വേറെ രൂപത്തിലേക്ക് മാറും. അപ്പോൾ കൃത്യമായി അമ്പലത്തിൽ വരികയും ദേവനിലും ദേവതാ സമ്പ്രദായത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കണം എന്നുള്ളത് തികച്ചും ന്യായമാണ്, ഒരു പ്രാഥമികമായ കാര്യമാണ്. അത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അതിനി സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധി വരും എന്ന് നമുക്കറിയില്ല. എന്ത് വിധി വന്നാലും അത് നമുക്ക് തീർച്ചയായിട്ടും സുപ്രീം കോടതി പരിഗണിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികൾക്കുള്ളതാണ്. അവിടെ വിശ്വാസികളുടെ കമ്മിറ്റിയാണ് പ്രവർത്തിക്കേണ്ടത്. അവിശ്വാസികൾ അതിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും അത് ശരിയല്ല. ക്ഷേത്രം വിശ്വാസികൾക്ക് വിട്ടു നൽകുക. അത് നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ കേരളത്തിലും ഇന്ത്യയിലും വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ഇതിനകത്ത് ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ദേവസ്വം ബോർഡൊക്കെ പിരിച്ചുവിട്ട് അതൊരു ഈ പറഞ്ഞ പോലെ വിശ്വാസികളുടെ ഒരു സംവിധാനത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊടുക്കേണ്ടത് തന്നെയാണ്. സുപ്രീം കോടതി എന്ത് പറയുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.